ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. സഹായ് യുവജന സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഇസ്രായേൽ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ വംശനരഹത്യക്കെതിരെ നടത്തുന്ന പരിപാടി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹീർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും നന്ദി പറയുന്നു. വളരെ സന്തോഷം ഇങ്ങനൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. എല്ലാവരോടും ഇങ്ങനൊരു അവസരം നൽകിയതിൽ നന്ദി പറയണം. ഫലസ്തീൻ്റെ കാര്യം ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയാം. അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാവരും ഉത്തരക്കത്തോടെ എല്ലാവരും അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വലിയൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വരാൻ പറ്റിയതിലും ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഔപചാരികമായി ഞാൻ ഈ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. 2 വർഷക്കാലത്തിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 67,000 പേർക്കാണ്. ഇസ്രായേലിന്റെ ഈ മനുഷ്യത്വരഹിതമായ വംശഹത്യക്കെതിരെ ലോക ജനത ഒരുമിച്ച് നിൽക്കണമെന്ന് ചടങ്ങിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഖേ മുലവാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫജീഷ് എരഞ്ഞിക്കൽ, മുൻ ഡിവൈഎസ്പി റഷീദ്, മൂർഖൻ സലീം, ഹിദായത്ത് ചുള്ളിയിൽ, ദേവശ്ശേരി മുജീബ്, നാലകത്ത് വീരാൻകുട്ടി, നിയാസ് മുതുകാട, ഷബീർ അലി മാണ്ടാല, ഷാജഹാൻ പായുംപാടം, മുത്തുപാടിക്കൊന്ന്, ഷബീർ മിനർവപ്പടി, ബിച്ചുപ്പ, ഇബ്രാഹിം പുളക്കൽ, നിഷ ജിയാമട, റഹ്മത്ത് സ്രാമ്പിക്കൽ, സലാം, തേക്കിൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.